ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറിയിട്ടുള്ള ഒരു ആദ്യത്തെ ശനിയാഴ്ചയാണ്. ഇന്നെനിക്ക് ജോലിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഒന്ന് പുറത്ത് പോകാമെന്ന്. പ്ലസ് ഞാൻ ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ ഞാൻ പുറത്ത് പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ എഡ്മണ്ടണിൽ നിന്നുകൊണ്ടിരുന്ന എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. ലൈക്ക് ദ നെയ്ബർഹുഡ് വാസ് അമേസിങ്. പ്രത്യേകിച്ച് ഒത്തിരി ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടുന്ന് ഒരു 20-25 മിനിറ്റ്സ് ബസ്സിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോഫി നെയിൽസിലെത്തും. അപ്പം ഇവിടുന്നാണ് നമ്മളിന്ന് നെയിൽസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ നെയിൽസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ എങ്കിലും ആയിട്ടുണ്ട്. കാര്യം ഞാൻ വർക്ക് ഫ്രം ഹോം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നെയിൽസ് വെച്ചുകൊണ്ട് കീബോർഡിൽ പണിയുന്ന അത്യാവശ്യം നല്ല പാടുള്ള പണിയായിരുന്നതുകൊണ്ട് ഞാനത് മാക്സിമം അവോയ്ഡ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് നെയിൽസ് ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായത്. അപ്പോൾ ഇന്ന് പോയപ്പോൾ എനിക്ക് അങ്ങനെ ഇന്ന ഡിസൈൻ വേണം, ഇന്ന കളറ് വേണം എന്നൊന്നും ഒരു പ്ലാൻ ഇല്ലായിരുന്നു. സാധാരണ ഞാൻ ലണ്ടനിൽ വെച്ചിട്ട് സ്ഥിരമായിട്ട് നെയിൽസ് ചെയ്യാൻ പോകുമ്പോൾ ഐ വിൽ ഹാവ് സംതിങ് പ്രീ പ്ലാൻഡ്. ലൈക്ക് ഞാൻ പിൻട്രസ്റ്റിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു 2-3 ഡിസൈൻസ് ഞാനിങ്ങനെ സേവ് ചെയ്ത് വെക്കും എപ്പോഴും ഫോണിൽ. പക്ഷേ ഇപ്പോൾ പോയപ്പോഴത്തേനും റാൻഡമായിട്ട് അപ്പോൾ കാണുന്ന എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് മറ്റേ ഒരിടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. മറ്റേ നമ്മുടെ ഈ മാഗ്നറ്റിൻ്റെ പീസ് വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഷിമ്മറി കൈൻഡ് ഓഫ് ഒരു നെയിൽ പോളിഷ് ഉള്ള ഒരു സെറ്റുണ്ട്. അപ്പം അതിൻ്റെ പേര് കറക്റ്റ് സത്യം പറഞ്ഞാൽ ആ സമയത്തും എനിക്കറിയത്തില്ലായിരുന്നു, ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. അത് അത്യാവശ്യം ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നു. അപ്പം അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് ഒത്തിരി കളർ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കൂടുതലും ഒരു നിയോൺ ഷെയ്ഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ലൈക്ക് നിയോൺ യെല്ലോ ഉണ്ടായിരുന്നു, ഓറഞ്ച് ഉണ്ടായിരുന്നു, പിന്നെ ഒരു പിങ്ക് ഉണ്ടായിരുന്നു. ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് പിങ്ക്. പിന്നെ ആകപ്പാടെ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ബ്ലാക്കിഷ് ഒരു ബ്ലാക്കും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ അതാണ് ഞാൻ ലാസ്റ്റ് ചൂസ് ചെയ്തത്. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സൗത്ത് ഗേറ്റിൽ വന്നു. സൗത്ത് ഗേറ്റ് എന്ന് പറഞ്ഞ ഒരു മോളാണ്. അറ്റ് ദ സെയിം ടൈം ഒരു ട്രാൻസിറ്റ് സെൻറ്ററാണ്, ലൈക്ക് ഒരു ബസ് സ്റ്റേഷനൊക്കെ പോലെ. അപ്പോൾ ഇവിടെ വന്നത് ഞാൻ ആർക്കാഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ ടിക്കറ്റ് സ്ട്രിപ്പുണ്ട്, അത് വെച്ചിട്ടാണ് ട്രാവൽ ചെയ്യാറ്. ഒരു 10-20 എണ്ണം ഞാൻ അങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെപ്പോഴും പോയി അങ്ങനെ വാങ്ങിക്കുന്നത് നഷ്ടവുമാണ്, അറ്റ് ദ സെയിം ടൈം ഭയങ്കര മെനക്കേടുമാണ്. എപ്പോഴും നമ്മളെ കടയിൽ പോയി ഇങ്ങനെ ടിക്കറ്റ് സ്ട്രിപ്പ് വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എഡ്മണ്ടണിലുള്ളൊരു സിസ്റ്റമാണ് ഈ ആർക്ക് കാർഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആർക്ക് കാർഡ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വലിയ പിടിയില്ലായിരുന്നു ഇത് എങ്ങനെയാണ് എടുക്കുന്നത്, എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. സോ ആരോടും അങ്ങനെ ചോദിക്കാതെ സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ച് നേരെ ഈ ട്രാൻസിറ്റ് സെൻറ്ററിൽ വന്നിട്ട് ഞാൻ അതിൻ്റെ വെൻഡിങ് മെഷീൻ കണ്ടുപിടിച്ചു. ജസ്റ്റ് അറൗണ്ട് $6 ഉണ്ടായിരുന്നുള്ളൂ സംഭവത്തിന്. അങ്ങനെ വെൻഡിങ് മെഷീനിൽ നമ്മൾ കാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് സൗത്ത് ഗേറ്റിൽ വന്നത്. ഹലോ, നല്ല ചൂടാണ് പുറത്ത്. ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഇടപാട് തീരും. ഞാൻ നെയിൽസ് ചെയ്തു ഗൈസ്. അവർ നല്ല വൃത്തിക്കാണ് ചെയ്ത് തന്ന. ചില ഈ നെയിൽസ് സലൂണിലൊക്കെ പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര ചങ്കി ആയിട്ട് ചെയ്യുവേ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചാൽ ചാൻസ് വളരെ കുറവാണ്. ഇന്ന് എനിക്കിതിന് $68 ഈ സാധനത്തിന്. എനിവേസ് അത് കഴിഞ്ഞു. പിന്നെ മെയിനായിട്ട് നമുക്ക് ആർക്ക് കാർഡ് വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇതിൻ്റെ വെൻഡിങ് മെഷീൻ തപ്പി ഞാൻ കുറേ നടന്നു, അവസാനം അത് കണ്ടുപിടിച്ചു. ഈ ആർക്ക് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പം ഞാനിപ്പം ട്രാവൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ $10 ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ഒരു സ്ട്രിപ്പ് ഞാൻ വാങ്ങിച്ചു. അതിനെനിക്ക് തോന്നുന്നു ഒരു $60 $56 സംതിങ് ആണ്. ആ ടിക്കറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ടിക്കറ്റാണ്. ഇതാണ് സാധനം. നമ്മളിങ്ങനെ കയറി ഈ ഒരു സ്ട്രിപ്പിൽ നമുക്ക് ബസ്സിൽ ട്രാവൽ ചെയ്യാം. ബസ്സിൽ എത്ര 2.5 hours ആണെന്ന് തോന്നുന്നു. 2.5 hours, 2.5 മണിക്കൂർ ട്രാവൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാനൊരു 10 ടിക്കറ്റ് വാങ്ങിച്ചു ഫോർ ലൈക്ക് $60 ഓർ സംതിങ്. പിന്നെ ഇവർക്ക് വേറൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ മന്ത്ലി പാസ് ഉണ്ട്. മന്ത്ലി പാസിന് ഇപ്പം ഞാൻ ജൂലൈയിലോട്ടുള്ള മന്ത്ലി പാസ് ഇതുപോലത്തെ ഒരു കാർഡാണ്. ആ കാർഡ് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് $100 ആണ്. അങ്ങനെ
ഈ ആർക്ക് കാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് കാർഡിൽ നമുക്കിഷ്ടമുള്ള പോലെ പൈസ ഫില്ല് ചെയ്യാം. ആൻഡ് ടിക്കറ്റ് ഫെയർ വരുന്നത് 2.75 ആണ് ഒരു ടിക്കറ്റിന്. നമ്മളല്ലാണ്ട് വാങ്ങിക്കുന്ന ടിക്കറ്റ് ആണെങ്കിൽ 3.75 ആണ് റേറ്റ്. ഇതെല്ലാം ഞാൻ സൈറ്റ് നോക്കി വായിച്ച ഒരറിവിലാണ് കേട്ടോ പറയുന്നത്. കാര്യം ഞാനിവിടെ വന്നിട്ട് അതിൽ 2 ആഴ്ച ആയുള്ളൂ. ഞാൻ ബസ്സിൽ പോകാൻ തുടങ്ങിയിട്ട് 1 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറുമ്പോഴത്തേക്ക് ഇത് ടാപ്പ് ചെയ്യുക, ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇത് ടാപ്പ് ചെയ്യുക. അങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് അവർ $2.75 വെച്ചെടുക്കും. പിന്നെ എനിക്ക് തോന്നുന്നു 2.5 മണിക്കൂർ എന്തായാലും കവറാവും, നോർമൽ ടിക്കറ്റ് പോലെ തന്നെ. ഞാൻ ആ വെബ്സൈറ്റിൽ വായിച്ചത് വെച്ചിട്ട് വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു $100 ഒരു $150 $100 ഞാൻ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തു. എന്നിട്ട് ഇപ്പം ഈ ഒരു മാസം ഫുള്ള് ഞാൻ ഇത് ഉപയോഗിച്ചു. ഒരു ജൂലൈ 25th വരെ ഞാനിത് ഉപയോഗിച്ചു എന്ന് വെക്കുക. ജൂലൈ 25th വരെ ഞാൻ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തിട്ട് $100 ആയി. എൻ്റെ മാർക്ക് $100 എന്ന് വിചാരിക്കുക ജൂലൈ 25 ആയപ്പം. എന്നാലും ജൂലൈ തീരാൻ വേണ്ടിയിട്ട് ഇനിയും ഉണ്ടല്ലോ 5-6 ദിവസം കൂടി. അപ്പം അവർ ആ ഒരു 5-6 ദിവസം കവർ ചെയ്യും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ കാർഡ് വെച്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം ബാക്കിയുള്ള ദിവസത്തേക്ക് എന്നാണ് സൈറ്റിൽ പറയുന്നത്. ബിക്കോസ് മന്ത്ലി റേറ്റ് എന്ന് പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് $100 ആണല്ലോ. അപ്പോൾ അതിൻ്റെ മേളിൽ നിങ്ങൾ ഈ കാർഡ് വെച്ചിട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ അല്ല ടാപ്പ് ചെയ്യുമ്പം ആ പൈസ അത്രയും വെറുതെ പോകണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കാമല്ലോ അത് ചെയ്തത്. അപ്പം 1 മന്ത് മാർക്ക് എന്ന് പറയുന്നത് $100 ആണ്. $100 മേളിൽ ഇപ്പം നമ്മുടെ കയ്യിൽ $500 ഈ കാർഡിലുണ്ട് എന്ന് പറഞ്ഞാലും 1 മന്ത് അവർ മാക്സിമം $100 എടുക്കുകയുള്ളൂ. ഈ കാർഡ് എടുത്ത വെൻഡിങ് മെഷീനിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യാവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഓൺലൈൻ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഞാൻ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. സോ ഐ ഡോണ്ട് നോ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ചെയ്യുവാൻ നമുക്ക് നോക്കാം എന്തായാലും. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡൊക്കെ ഞാൻ ഇന്നലെ ഓർഡർ ചെയ്തതിരിപ്പുണ്ട്. സോ കുക്കിംഗ് പരിപാടികളൊന്നുമില്ല. എല്ലാം കഴിഞ്ഞു. ലൈക്ക് ഇന്നത്തെ ഫുൾ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു. ഇന്നിപ്പോൾ പുറത്തു പോയി ഫുഡ് കഴിച്ചു. ഫുഡ് ഓൾറെഡി ഇരിപ്പുണ്ട്. കുളി നന എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ ജസ്റ്റ് ചില്ല് ചെയ്യുക, സമാധാനമായിട്ട് കട്ടിലിൽ ഇങ്ങനെ കിടക്കുക. അത് മാത്രമേ ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് തീർന്നൊരു വീഡിയോ ആയിരുന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ആകെപ്പാട് ഒരു നെയിൽ ചെയ്യാൻ പോയി, അത്രയും മാത്രമേ നടന്നിട്ടുള്ളൂ. സോ ജോലിയുടെ ഒക്കെ എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ ആദ്യമായിട്ടായതുകൊണ്ടും എനിക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടും ഞാനിങ്ങനെ ഭയങ്കര ട്രെയിനിങ് ഇതിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിലെനിക്കൊരു ഇച്ചിരി കോൺഫിഡൻ്റ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേന് ഞാൻ എൻ്റെ ലൈക്ക് ഗോയിങ് ടു വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാം. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് ജോലിയുടെ ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. കാര്യം ഓൾറെഡി ഞാൻ ഭയങ്കര ഒക്കുപ്പേഡ് ആയിരിക്കും അവിടെ ചെല്ലുമ്പോൾ. ഞാൻ ആക്ച്വലി ഒരു ഓട്ടോമോട്ടീവ് കടയിലാട്ടോ നിൽക്കുന്നത്. ഓട്ടോ റിപ്പയർ, കാർ റിപ്പയർ ഷോപ്പാണ്. അപ്പം ഓരോ കസ്റ്റമേഴ്സ് ഓരോ ബേയിലുള്ള വണ്ടിയുടെ പേര്, അത് ഏത് കസ്റ്റമറിൻ്റെ ആണ്, ഇത് എന്ത് പണിയാണ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അതെല്ലാം മീനോ തലയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഓൾറെഡി ഭയങ്കര പ്രിയക്കുപ്പേടാണ്. ലണ്ടൻ മിസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.